വളരെ ജ്യൂസിയും ടെൻഡറുമായിട്ടുള്ള പോർക്ക് റിബ്സിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഏഷ്യൻ സ്റ്റൈൽ പോർക്ക് റിബ്സ്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. നല്ല ജ്യൂസി ആയിട്ടുള്ള പോർക്ക് റിബ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ പാൻ ഒന്ന് ഹീറ്റ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ഓയിൽ, ഒന്ന് ഗ്രില്ല് ചെയ്യാവുന്ന പരുവത്തിന് കുറച്ച് ഓയിൽ ഡ്രിസിൽ ചെയ്യാം. ഇപ്പോൾ ഓയിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ അല്ലെങ്കിൽ സെസമി ഓയിലൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് പോർക്ക് റിബ്സ് ഇട്ടൊന്ന് ഹൈ ഹീറ്റിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് 1/2 കിലോ പോർക്ക് റിബ്സ് ആണ്. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ കുക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു നല്ലൊരു നിറം കിട്ടുന്നത്. പിന്നീട് ബേക്ക് ചെയ്ത് തരുമ്പോഴാണ് നല്ലൊരു കളർ കിട്ടും പോർക്കിന്. ഇതിലേക്ക് കുറച്ച് ഉപ്പും പെപ്പറും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഒന്ന് കളർ മാറിക്കഴിയുമ്പോൾ ടേൺ ചെയ്യാം. ഇതേപോലെ കിട്ടണം. ഈ സൈഡിലും ഇച്ചിരി ഉപ്പും പെപ്പറും ഇടാം. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി സ്ലൈസ് ചെയ്തത്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു സവോളയുടെ പകുതി സ്ലൈസ് ചെയ്തത് ഇത്രയും ചേർത്തു. ഇതിലേക്ക് സോയ സോസ് 3 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയ സോസ് ആണ്. 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ്, 2 ടീസ്പൂൺ ഓയിസ്റ്റർ സോസ്, 1 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ കൂടെ ചേർക്കാം. അതേപോലെ എരിവിന് കണക്കാക്കി നമുക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ സ്ലോ ആയിട്ട് അവനിൽ കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കുക്ക് ആയിക്കോളും നന്നായിട്ട്. അപ്പോൾ അവനില്ലാത്തവർക്ക് ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്യാം. കുറേ സമയം എടുത്ത് കുക്ക് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് റൈസ് വൈൻ, 2 ടീസ്പൂൺ വിനീഗർ, കുറച്ച് സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് പോർഷനും കൂടെ ചേർക്കാം. നമുക്ക് ഫ്ലേവറിന് സ്പൈസസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ചെറിയ കഷ്ണം സിനമൺ, അതേപോലെ ഒരു സ്റ്റാർ അനീസും കൂടെ. അപ്പോൾ ഞാൻ എൻ്റെ അവൻ പ്രീഹീറ്റ് ചെയ്തിട്ടേക്കാണ്. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് കിടക്കുകയാണ്. അതിലേക്ക് വെച്ച് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതിലേക്ക് സ്റ്റോക്ക് ചേർക്കാം. റിബ്സിൻ്റെ ഒരു പകുതി മുങ്ങി കിടക്കുന്ന പരുവത്തിന് സ്റ്റോക്ക് ഒഴിക്കുക. ഏകദേശം 1.5-2 കപ്പോളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇതിനി അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യണം. നന്നായിട്ട് സോഫ്റ്റ് ആകുന്ന വരെ ബേക്ക് ചെയ്യുക. യൂഷ്വലി 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുക്കും. ഹാഫ് ടൈമിൽ നമ്മളിത് ടേൺ ചെയ്ത് മറ്റേ സൈഡിലും വെച്ച് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അവനിൽ നിന്ന് ഞാൻ എടുത്തു. ഒരു 1 hour ഒരു 25 മിനിറ്റ്സും എടുത്തിട്ടുണ്ട് എനിക്ക് കുക്ക് ആവാനായിട്ട്. ചെക്ക് ചെയ്യുക. അവനിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ എപ്പോഴും പ്രസ് ചെയ്ത് നോക്കുക. നല്ല സ്മൂത്തായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ബോൺ വിട്ട് വരുന്നൊരു പരുവം വരും. അതുവരെ കുക്ക് ചെയ്യാം. പിന്നെ അത് കുറച്ച് ഗ്രേവി ഉണ്ട്, അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അത് വീണ്ടും നമുക്ക് പാനിൽ വെച്ച് തന്നെ ചെയ്യാം. നമ്മുടെ പോർക്ക് റിബ്സ് ഓൾമോസ്റ്റ് റെഡിയായി. അറേഞ്ച് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാഷ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. മാഷ് പൊട്ടറ്റോ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി.
പോർക്ക് റിബ്സ് വെക്കാം. പോർക്ക് റിബ്സ് നമുക്കൊരു മീലായിട്ട് സെർവ് ചെയ്യണമെങ്കിൽ നമുക്ക് കാർബുമായി പ്രോട്ടീനുമായി ഇതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടെ വെച്ച് സെർവ് ചെയ്യാം. ബോയിൽഡ് വെജിറ്റബിൾസ് ആണ്. പോർക്ക് റിബ്സ് ഇതേപോലെ മാഷ് പൊട്ടറ്റോയുടെ കൂടെയും ബോയിൽഡ് വെജിറ്റബിൾസിൻ്റെ കൂടെ സെർവ് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ മീലായിട്ട് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഡിന്നറിനോ അല്ലെങ്കിൽ സൺഡേ ബ്രഞ്ചിനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ടെൻഡർ ആയിരിക്കും. അതിൻ്റെ പോക്കിൻ്റെ ടെക്സ്ചർ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ബോണിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവത്തിലായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ കുക്കിംഗ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ പാനിൽ വെച്ച് ആദ്യം സീർ ചെയ്യുന്നതുകൊണ്ട് തന്നെ മീറ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.